ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 40 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് ചിലർ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലിൽ നിന്നാണോ വരിക? ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബത്ലഹേമിൽ നിന്നും അവൻ വരുമെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായ നിക്കോദെമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അവർ മറുപടി പറഞ്ഞു, നീയും ഗലീലിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് ആളുകൾക്കും നേതാക്കൾക്കുമിടയിലുള്ള വിഭജനത്തെയും ധ്യാനത്തെയും കുറിച്ച് ആഴത്തിൽ ചലിക്കുന്ന ഒരു വിവരണം നാം കാണുന്നു. ചിലർ അവനെ പ്രവാചകനായും മറ്റുള്ളവർ ക്രിസ്തുവായും കണ്ടു. അതേസമയം അധികാരികൾ സംശയാലുക്കളായി. മിശിഹായുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണയിലും പ്രതീക്ഷയിലും കുടുങ്ങി. എന്നിരുന്നാലും ഈ വിഭജനത്തിനിടയിൽ ഒരു സുപ്രധാന സത്യം ഉയർന്നു വരുന്നു. പ്രത്യക്ഷത്തിൽ വിധിക്കരുത്, മറിച്ച് നീതിയുക്തമായ വിധിയിലൂടെ വിധിക്കാനുള്ള ആഹ്വാനം. യോഹന്നാൻ 7-ാം അധ്യായം 24-ാം വാക്യം. മറ്റുള്ളവരെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ ദൈവിക പ്രവർത്തനത്തെക്കുറിച്ചും നമ്മുടെ ധാരണകളെയും വിധികളെയും ആഴത്തിൽ പ്രതിഫലിക്കാൻ ഈ ആഖ്യാനം നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ മുൻവിധികളോടും നമ്മുടെ ധാരണയുടെ ആശ്വാസത്തോടും മുറുകെ പിടിക്കുന്നത് എളുപ്പമാണ്. എന്നിരുന്നാലും യഥാർത്ഥ ജ്ഞാനം ഉപരിതലത്തിനപ്പുറം കാണാനുള്ള തുറന്ന മനസ്സിലാണ്. നമ്മുടെ പ്രതീക്ഷകൾക്ക് അനുയോജ്യമല്ലാത്തപ്പോൾ പോലും വെളിച്ചം തിരിച്ചറിയുക. ഈ വാക്യങ്ങളിലെ യേശുവിനെക്കുറിച്ചുള്ള സംവാദം നമ്മുടെ ജീവിതത്തിലെ ദൈവികതയെയും അതിൻ്റെ പ്രകടനങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ പരിമിതമായ ധാരണയെ പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാണ്. സമയപ്രായക്കാരിൽ നിന്നുള്ള ആശയങ്ങൾക്കും സംശയങ്ങൾക്കും ഇടയിൽ ന്യായബോധത്തിനും ന്യായവിധിക്ക് മുമ്പ് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള സന്നദ്ധതയ്ക്കായി പ്രേരിപ്പിച്ച നിക്കോഡെമോസിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം. തൻ്റെ സമപ്രായക്കാരുടെ പെട്ടെന്നുള്ള വിധിന്യായങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യം തുറന്ന ഹൃദയത്തോടെ സത്യം അന്വേഷിക്കുന്നതിൽ കണ്ടെത്തിയ ശക്തിയുടെ തെളിവാണ്. ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ ധാരണകളെയും ന്യായവിധികളെയും താഴ്മയോടെയും നീതിയോടെയും സമീപിക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രത്യക്ഷതയ്ക്കപ്പുറം കാണാനും
നമ്മുടെ അനുമാനങ്ങളെ വെല്ലുവിളിക്കുന്ന ആഴമേറിയ സത്യങ്ങൾ കേൾക്കാനും നമ്മെ നയിക്കാനും പ്രബുദ്ധരാക്കാനും ദിവ്യൻ ശ്രമിക്കുന്ന അപ്രതീക്ഷിത വഴികൾ തുറന്ന് നിൽക്കാനും നമുക്ക് ധൈര്യമുണ്ടാകട്ടെ. മരുഭൂമിയിൽ ഒഴുകുന്ന ആശ്ചര്യപ്പെടുത്തുന്നതും പുതുക്കുന്നതുമായ അരുവികൾ പോലെ നമ്മുടെ പരിമിതമായ കാഴ്ചപ്പാടുകളെ മറികടക്കുന്ന നീതിയിലേക്കും സത്യത്തിലേക്കും നമ്മെ നയിക്കുന്ന വെളിച്ചത്തെ ആശ്ലേഷിക്കുന്ന ധാരണയുടെയും സ്നേഹത്തിൻ്റെയും അനന്തമായ സാധ്യതകളിലേക്ക് നമ്മുടെ ആത്മാക്കൾ തുറന്നിടട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.